പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റവ അളന്നെടുക്കാം. വറുക്കാത്ത റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഈ 1 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പുളിയില്ലാത്ത കട്ട തൈരാണ്. പുളി അധികം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. തൈരും റവയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഇത് റവ തൈരിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. റവ കുതിർന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തവ വെച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് ഒന്നൊന്നായിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയാൽ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചക്കറികളെല്ലാം കൂടി ഒന്ന് ചേർന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പെല്ലാം പാകമാണെന്ന് നോക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മസാല തയ്യാറാവും. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് ഉരുളക്കിഴങ്ങ് മസാല ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തൈര് ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ച റവയാണ്. തൈരിൽ റവ ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഇഡലി മാവിൻ്റെ പാകമാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇഡലി മാവിൻ്റെ പാകമാകുന്നത് വരെ ഒന്ന് കലക്കിയെടുക്കാം. വെള്ളം അധികമായി പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്പം വീതം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുക. ഇനി ഇതിലേക്ക് ഈ കൂട്ടിനാവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു അല്പം കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അല്പം കുഴിയുള്ള അപ്പച്ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം നെയ്യോ ഓയിലോ ഒന്ന് മയം പുരട്ടി കൊടുക്കുക.
അതിനുശേഷം ഒരു വലിയ സ്പൂൺ അളവിൽ തൈരും റവയും കൂടെ യോജിപ്പിച്ചതെടുത്ത് ഈ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരു നിരപ്പിലൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൈര് റവയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാല ചെറുതായിട്ടൊന്ന് മൂടുന്ന രീതിയിൽ മാത്രം ഇത് റവ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു മൂടി കൊണ്ടടച്ചിട്ട് വേവാൻ വയ്ക്കാം. കുറച്ച് സമയം വേകാൻ വേണ്ടി വരും. തീ കുറച്ച് തന്നെ വെച്ച് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് വേവാതെ തന്നെ അടി കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് വളരെ കുറച്ച് തീ തന്നെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക. അടിഭാഗം റെഡിയാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അടിഭാഗം നന്നായിട്ട് ചുമന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചുറ്റിലും അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ച് കുറഞ്ഞ തീയിൽ തന്നെ മറുഭാഗവും വേവിച്ചെടുക്കാം. ഇപ്പോൾ അടുത്ത വശവും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ള മസാലയും മാവും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അപ്പം റെഡിയാക്കി എടുക്കാം. ഈ അപ്പം കുറച്ച് കട്ടിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇത് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. 3 പേരുണ്ടെങ്കിൽ 3 എണ്ണം മാത്രം ചുട്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കിത് ചായക്കൊപ്പം കഴിക്കാനും വളരെ നല്ലതാണ്. ഏത് സമയത്തും നമുക്കിത് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ബാക്കി മാവുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെല്ലാം വെച്ചിരുന്നാൽ ചായക്കൊപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. തേങ്ങാ ചട്ടനി കൂട്ടി കഴിക്കാനാണ് വളരെ സ്വാദ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ റെസിപ്പി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്